ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടാലന്റ് അക്കാഡമീസ് ഓൺലൈൻ ക്ലാസ് റൂം. നമ്മുടെ ഈ വീഡിയോയുടെ തമ്പനയിലിൽ കാണുന്ന ചോദ്യങ്ങൾ ഇന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികളുടെയും മനസ്സിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ്. ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, നാർക്കോട്ടിക്സ് ബ്യൂറോ, CBI, NIA, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഈ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഇൻസ്പെക്ടർ തസ്തികയിലുള്ള ജോലി ഏത് രീതിയിലാണ് നേടിയെടുക്കാൻ സാധിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒറ്റ വാക്കിലുള്ള ഉത്തരമാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. CGL അഥവാ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എല്ലാ വർഷവും നടത്തുന്ന ഒരു പരീക്ഷയാണ്. ഈ പരീക്ഷ നടത്തുന്നത് സെൻട്രൽ ഗവൺമെന്റിലെ വിവിധ മന്ത്രാലയങ്ങളിലെയും അതുപോലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെയും ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി തസ്തികകളിലേക്കുള്ള വേക്കൻസികൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ 2013 വരെ ഈ ഒരു പരീക്ഷ വഴി നോൺ ഗസറ്റഡ് പോസ്റ്റുകൾ മാത്രമായിരുന്നു ഫില്ല് ചെയ്തിരുന്നത്. എന്നാൽ 2013 മുതൽ 2 ഗസറ്റഡ് തസ്തികകൾ കൂടി ഈ പരീക്ഷയുടെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്തു. അതാണ് നമ്മളിവിടെ ആദ്യം മെൻഷൻ ചെയ്തിരിക്കുന്ന അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസറും അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറും. ഇത് രണ്ടും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഫീസിൽ വരുന്ന പോസ്റ്റുകളാണ്, C&AG ഓഫീസിൽ വരുന്ന പോസ്റ്റുകളാണ്. അപ്പൊ ഈ 2 തസ്തികകളിലേക്ക് ഉദ്യോഗം ആഗ്രഹിക്കുന്ന ആളുകൾ ടയർ 2 വരുമ്പോഴേക്ക് കമ്പൽസറി പേപ്പറായ മാത്സും ഇംഗ്ലീഷും കൂടാതെ അഡീഷണൽ ആയിട്ട് ഫിനാൻസ് ആൻഡ് എക്കണോമി എന്ന് പറയുന്ന ഒരു പേപ്പറും കൂടെ എഴുതേണ്ടതായിട്ടുണ്ട്. ടയർ 1 എക്സാം കോമൺ ആണ്, ടയർ 2 വരുമ്പോഴാണ് ഈ അഡീഷണൽ പേപ്പർ എഴുതേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഞാനിവിടെ ഈ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഇത്രയും പോസ്റ്റുകൾ മാത്രമല്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം, അതായത് കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം 34 തസ്തികകളിലേക്കാണ് ഈ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം വഴി വേക്കൻസീസ് ഫില്ല് ചെയ്തിട്ടുള്ളത്. അതിൽ ഗ്രൂപ്പ് ബി ഉണ്ട്, ഗ്രൂപ്പ് സി ഉണ്ട്. ഗ്രൂപ്പ് ബിയിലെ 2 ഗസറ്റഡ്, ബാക്കി നോൺ ഗസറ്റഡ് പോസ്റ്റുകൾ, പിന്നെ ഗ്രൂപ്പ് സി പോസ്റ്റുകൾ, ഏറ്റവും താഴെ വരുന്ന UD ക്ലാർക്ക് ലെവലിലുള്ള പോസ്റ്റുകൾ വരെ ഈ ഒരു പരീക്ഷ വഴി ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോസ്റ്റുകൾ മാത്രമാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഇപ്പോ ഈ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന ഈ ഒരു തസ്തിക തന്നെ ഇത് സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസിൽ വരുന്നുണ്ട്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ വരുന്നുണ്ട്, ആംഡ് ഫോഴ്സസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വരുന്നുണ്ട്, IB-യിൽ വരുന്നുണ്ട്. അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റുകളിലും പല പല മിനിസ്ട്രീസിലുമായിട്ട് ഈ ഒരു പോസ്റ്റ് വരുന്നുണ്ട്. അത് നോട്ടിഫിക്കേഷനിൽ വേറെ 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 വേക്കൻസികളായിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഈ പ്രിഫറൻസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്താണ്. ആദ്യമൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ പ്രിഫറൻസും വെക്കണമായിരുന്നു. എന്നാൽ ഇപ്പൊ പ്രിഫറൻസ് വെക്കുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്താണ്. അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ പ്രിഫറൻസ് പ്രൊമോഷൻ വൈസ് അല്ലെങ്കിൽ ജോബ് പ്രൊഫൈൽ ഏതാണ് കൂടുതൽ പ്രൊമോഷൻ സാധ്യതയുള്ളത്, സാലറി വൈസ് വ്യത്യാസം വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഈ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ കൂടാതെ ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസിലെ ഇൻസ്പെക്ടർ, അതുപോലെ പ്രിവെന്റീവ് ഓഫീസർ, പിന്നെ എക്സാമിനർ, അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, അതുപോലെ തന്നെ CBI-യിലെ സബ് ഇൻസ്പെക്ടർ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്പെക്ടർ, നാർക്കോട്ടിക്സ് ബ്യൂറോയിലെ ഇൻസ്പെക്ടർ, നാർക്കോട്ടിക്സ് ബ്യൂറോയിലെ SI പോസ്റ്റും വരുന്നുണ്ട്, സബ് ഇൻസ്പെക്ടർ പോസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ സബ് ഇൻസ്പെക്ടറിന്റെ മുകളിൽ വരുന്ന പോസ്റ്റാണ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. നമ്മൾ SI ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അതുപോലെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ്, പിന്നെ C&AG ഓഫീസിലെ ഡിവിഷണൽ അക്കൗണ്ടന്റ്, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2, അതുപോലെ തന്നെ ഓഡിറ്റർ. ഇങ്ങനെ താഴോട്ട് ഇനി വേറെ തസ്തികകളും ഉണ്ട്. അങ്ങനെ മൊത്തം 34 തസ്തികകളിലേക്കാണ് കഴിഞ്ഞ തവണത്തെ CGL വഴി വേക്കൻസികൾ ഫില്ല് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ കേന്ദ്ര സർക്കാർ ഉദ്യോഗം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു വർഷമായിരിക്കും 2021 എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നമുക്കറിയാം, COVID-19 പ്രതിസന്ധിയെ തുടർന്ന് 2020 കാര്യമായ റിക്രൂട്ട്മെന്റ് പ്രോസസ്സുകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ രാജ്യത്തെ വിവിധ റിക്രൂട്ട്മെന്റ് ഏജൻസികളിൽ നിന്ന് വരുന്ന വാർത്തകൾ വളരെ ശുഭകരമാണ്. നമുക്കറിയാം, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ തന്നെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പൊ ജസ്റ്റ് വന്നു കഴിഞ്ഞതേ ഉള്ളൂ. അതിന് തൊട്ടുപുറകെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഏറ്റവും ഗ്ലാമറസ് പരീക്ഷയായ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരികയാണ്. നോട്ടിഫിക്കേഷൻ വരേണ്ടിയിരുന്ന ഡേറ്റ്
ഡിസംബർ 21 എന്നാൽ ഇത് ഒരു അല്പം കൂടി മുന്നോട്ട് നീങ്ങാനാണ് സാധ്യത. അതിന് കാരണം നോട്ടിഫിക്കേഷൻ പ്രകാരം കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഡിസംബർ 15 എന്നാൽ അത് ഡിസംബർ 26 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ CHSL എക്സാമിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം CGLന്റെ നോട്ടിഫിക്കേഷൻ വരാനാണ് സാധ്യത. ഇനി അതിനു മുമ്പേ വന്നാലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും പരീക്ഷയുടെ ടെൻറ്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ടൈം ടേബിൾ പ്രകാരം മെയ് 29, 2021 തൊട്ട് ജൂൺ 7, 2021 വരെ പല ഷിഫ്റ്റുകളിലായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാൻ വേണ്ടി ആവശ്യത്തിന് സമയമുണ്ട്, 5 മാസം സമയമുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ തയ്യാറെടുക്കേണ്ട സമയം ഓൾറെഡി അതിക്രമിച്ചിരിക്കുകയാണ്. ഇതിന്റെ തൊട്ടു പുറകെ തന്നെ MTS എക്സാം വരുന്നുണ്ട്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. അതുപോലെ തന്നെ കോൺസ്റ്റബിൾ GD, CAPF, NIA, SSF, അതുപോലെ തന്നെ ആസാം റൈഫിൾ, ഇതിലൊക്കെയുള്ള കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള പരീക്ഷ. ഇതിന്റെ എല്ലാം ടയർ 1 എക്സാം ഏകദേശം സിമിലർ സിലബസ് ആണ്, ഒരേ ലെവലിലുള്ള പരീക്ഷകളാണ്. CGLന് വരുമ്പോൾ കുറച്ചുകൂടെ ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരും. പക്ഷെ സിലബസ് ഇതിന്റെ എല്ലാം ടയർ 1ന് സെയിം ആണ്. അപ്പൊ ഒരേ പ്രിപ്പറേഷൻ വഴി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരുപാട് പരീക്ഷകൾ CHSL, CGL, MTS, അതുപോലെ തന്നെ കോൺസ്റ്റബിൾ GD ഇതെല്ലാം ഒരുമിച്ച് അടുത്തടുത്തായിട്ട് വരികയാണ്. അപ്പൊ 2021 നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷകൾ അടുത്തടുത്ത് വരുന്നുണ്ട്. നല്ല രീതിയിൽ പഠിക്കാൻ വളരെ പോസിറ്റീവായിട്ട് പഠിച്ചു തുടങ്ങേണ്ട ഒരു സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ CGL എക്സാമിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വീഡിയോ ഞാൻ വളരെ നേരത്തെ തന്നെ നമ്മളുടെ നെയ്യാർ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രിപ്പറേഷനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ബേസിക് ആയിട്ട് വായിക്കേണ്ട ബുക്കുകൾ ഏതൊക്കെയെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ CHSLന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ബുക്കുകൾ തന്നെയാണ്. അതേ ബുക്കുകൾ തന്നെ CGLനും ആപ്ലിക്കബിൾ ആണ്. കാര്യം CGLന്റെ CHSLന്റെ ടയർ 1 എക്സാമിന്റെ സിലബസ് സെയിം ആണ്. അപ്പൊ CHSLന് പറഞ്ഞ അതേ ബുക്കുകൾ തന്നെയാണ് CGLനും ടയർ 1ന് വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും എന്റെ ചില എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചുറ്റും ഒരുപാട് നെഗറ്റിവിറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നെഗറ്റീവ് തോട്ട്സ് ഒരുപാട് വരും. അതിൽ പ്രധാനമായിട്ടും സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, കേരളത്തിൽ നിന്ന് അല്ലെ പൊതുവെ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾക്ക് ഈ പരീക്ഷ പാസ്സാവാൻ ബുദ്ധിമുട്ടാണ്. കൂടുതലും നോർത്ത് ഇന്ത്യൻസിനെ ഫേവർ ചെയ്യുന്ന രീതിയിലാണ് ഈ പരീക്ഷയുടെ ഒരു ഘടന, അല്ലെങ്കിൽ അവർ അഴിമതി കാണിച്ച് കൂടുതൽ ആളുകളെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കയറ്റാറുണ്ട്. ഇത് സ്ഥിരമായിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. ഇതിലൊന്നും യാതൊരു കഴമ്പുമില്ല. നോർത്ത് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ആളുകൾ എന്തുകൊണ്ടാണ് ക്ലിയർ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാര്യകാരണ സഹിതം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ ഇങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സിലേക്ക് നമ്മൾ പോകരുത്. നമ്മളുടെ ചിന്ത എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ചുറ്റിനും നെഗറ്റീവ് എനർജി പറയുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുക. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പഠിത്തത്തിലായിരിക്കണം ഫോക്കസ് ചെയ്യുന്നത്. നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് തന്നെത്താനേ വരും. നമ്മളുടെ സിസ്റ്റത്തിനൊക്കെ ചില പോരായ്മകൾ ഉണ്ടാവാം. അതിപ്പോൾ സ്റ്റേറ്റ് PSCയുടെ ആയാലും അല്ലെങ്കിൽ ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഒക്കെ ആയാലും പരീക്ഷാ നടത്തിപ്പിലൊക്കെ ചില പാളിച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അങ്ങനത്തെ പാളിച്ചകളെ നമ്മൾ പർവ്വതീകരിച്ച് അതിനെ ജനറലൈസ് ചെയ്ത് അങ്ങനെയാണ് സ്ഥിരം നടക്കുന്നതെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കാലത്തും ഈ പരീക്ഷ എഴുതാൻ പറ്റില്ല. നമ്മളുടെ ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പരീക്ഷയ്ക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഏജൻസികളിലൊക്കെ ഒരു വിശ്വാസം മിനിമം ഉണ്ടാവണം. പിൻവാതിൽ നിയമനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാം. പക്ഷേ ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഇഷ്ടം പോലെ ആളുകൾ നേരായ വഴിക്കൂടെ നിയമനം നേടുന്നുണ്ട്. ഇപ്പൊ 100 നിയമനം നടക്കുമ്പോൾ ചിലപ്പോൾ 10 പേര് പിൻവാതിലിൽ കൂടെ കയറിയ കഥ നമ്മൾ കേൾക്കുന്നുണ്ടാവാം. ബാക്കി 90 പേര് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ പാസ്സായി ജോലി നേടിയെടുക്കുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് അവരെ ശ്രദ്ധിക്കാതെ ഈ 10 പേരെ കുറിച്ച് ചിന്തിച്ച് നമ്മളുടെ ആ ഒരു പോസിറ്റിവിറ്റി നമ്മൾ കളയുന്നത്? അപ്പൊ നമുക്ക് എപ്പോഴും നമ്മളുടെ ആ ഒരു സമൂഹത്തിലുള്ള ഒരു ഇൻഹെറിറ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നമുക്ക് എപ്പോഴും ആ നെഗറ്റീവായിട്ടുള്ള വാർത്തകളോട് ചാഞ്ഞു നിൽക്കാൻ അല്ലെ ആ വാർത്തകളോട് സമരസപ്പെടാനായിരിക്കും കൂടുതൽ താല്പര്യം. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബഹുഭൂരിപക്ഷം ആളുകൾ
പരീക്ഷ നല്ല രീതിയിൽ പാസ്സായി ജോലിയിൽ കയറുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് നമുക്കും ആയിക്കൂടാ? ആ രീതിയിൽ ചിന്തിച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളും ഇതുപോലുള്ള പരീക്ഷകൾ തീർച്ചയായിട്ടും വിജയിക്കും. നെഗറ്റിവിറ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിലുമുള്ള വിശ്വാസം നഷ്ടപ്പെടും. നമുക്ക് സിസ്റ്റത്തിൽ വിശ്വാസം നഷ്ടപ്പെടും. നമുക്ക് നമ്മളിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെടും. അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്താലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നമ്മൾ എന്നും ആ ഒരു സ്ഥിരം സിസ്റ്റത്തെ പഴി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകത്തേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഏത് പരീക്ഷ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ സെൻട്രൽ ഗവൺമെന്റിന്റെയോ ഏത് പരീക്ഷ ആയിക്കോട്ടെ, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക, പരീക്ഷ ഏത് രീതിയിലാണ് മുൻവർഷങ്ങളിൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, അതിനനുസരിച്ച് നമ്മളുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് പ്രോപ്പറായ ഒരു ഗൈഡൻസോടുകൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് പരീക്ഷയും നമുക്ക് പാസ്സാവാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി എൻ്റെ SSC എക്സാം എക്സ്പീരിയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ 2007 ആദ്യമായിട്ട് ഈ SSC എന്നുള്ള ഒരു ഓർഗനൈസേഷനെ കുറിച്ചും ഈ പരീക്ഷകളെ കുറിച്ചും അറിയുന്നത് തന്നെ. ഞാൻ 2007 എൻ്റെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെന്നും ഇങ്ങനെ ചില പരീക്ഷകൾ ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും SSCയുടെ പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് എഴുതിയിട്ടുള്ള ഒരാളല്ല. സിവിൽ സർവീസ് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഒരു എക്സാം എക്സ്പീരിയൻസ് എന്നുള്ള നിലയ്ക്ക് അപ്ലൈ ചെയ്ത് പോയി ഈ പരീക്ഷകളൊക്കെ എഴുതുന്ന ഒരാളായിരുന്നു. എന്നിരുന്നാൽ തന്നെ 2007 മുതൽ 2013 വരെ തുടർച്ചയായിട്ട് 7 തവണ CHSL എഴുതിയ എല്ലാ തവണയും ടയർ 1 എക്സാമും ടയർ 2 എക്സാമും പാസ്സാവാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഇതിൻ്റെ സ്കിൽ ടെസ്റ്റിന് വേണ്ടി പോയിട്ടില്ല. കാരണം ഒരിക്കലും ക്ലറിക്കൽ പോസ്റ്റിലുള്ള ഒരു ജോലിയോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ CHSL എക്സാമിൻ്റെ ടയർ 1ഉം ടയർ 2ഉം ക്ലിയർ ചെയ്ത് അവിടെ കൊണ്ട് പരിപാടി സ്റ്റോപ്പ് ചെയ്യും. സ്കിൽ ടെസ്റ്റിന് വേണ്ടി, ടൈപ്പ് ടെസ്റ്റിന് വേണ്ടി ഒരിക്കലും പോയിട്ടില്ല. ഇനി CGL എക്സാമിലേക്ക് വന്നു കഴിഞ്ഞാൽ CGL എക്സാം ഇതുപോലെ തന്നെ 2007 മുതൽ 2013 വരെ തുടർച്ചയായിട്ട് 7 തവണ അറ്റംപ്റ്റ് ചെയ്തു. അതിൽ 1 തവണ ടയർ 1 ക്ലിയർ ചെയ്തില്ല. ബാക്കി 6 തവണ ടയർ 1 ക്ലിയർ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഈ ടയർ 1 ക്ലിയർ ചെയ്യാൻ സാധിക്കാഞ്ഞത് അന്ന് OMR പരീക്ഷയാണ്. OMR ആണ്, ഇന്നത്തെ പോലെ ഓൺലൈൻ അല്ല. 200 മാർക്കാണ് ടയർ 1-നുള്ളത്. ഇപ്പോഴത്തെ പോലെ 100 മാർക്ക് 1 മണിക്കൂറും അല്ല, 200 മാർക്ക് 2 മണിക്കൂറാണ് പരീക്ഷാ സമയം. അപ്പോൾ അതിൽ 50 മാർക്ക് വീതമുള്ള 4 സെക്ഷൻസ് ആണ്. ടോപ്പിക്സ് സെക്ഷൻസ് എല്ലാം ഇപ്പോഴത്തെ പോലെ തന്നെ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്. അപ്പോൾ ഈ 50 മാർക്ക് വീതമുള്ള 4 സെഷൻ, അന്നത്തെ എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ 200 ക്വസ്റ്റ്യനിൽ അറിയാവുന്നതെല്ലാം ആദ്യം കണ്ടുപിടിച്ച് മാത്സ് ഉൾപ്പെടെ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്ക് ചെയ്തിട്ട് അവസാനത്തെ ഒരു 15-20 മിനിറ്റിലാണ് ഫുള്ള് ബബിള് ചെയ്യുന്നത് OMR ഷീറ്റ്. അങ്ങനെ ചെയ്യാൻ വന്ന് അവസാനം ചെയ്തു തീരുന്നതിന് മുമ്പായിട്ട് സമയം തീർന്ന് OMR ഷീറ്റ് ഇൻവിജിലേറ്ററിന് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മളുടെ ആ ഒരു ടൈം കാൽക്കുലേഷനിൽ പറ്റിയ ചെറിയൊരു പാളിച്ച അങ്ങനെ സംഭവിച്ചു. 200 എണ്ണം ഉള്ളതിൽ 100-നടുത്ത് മാർക്ക് ചെയ്ത് വന്ന സമയത്തേക്ക് സമയം തീർന്നു പോയി. അങ്ങനെ ആ ഒരു തവണ ടയർ 1 എക്സാം ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല. ബാക്കി 6 തവണ ടയർ 1 എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റി. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒട്ടും അനുകരണീയമായ ഒരു മാതൃകയല്ല എൻ്റേത്. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്യാതെ പോയി എഴുതുന്നത് കൊണ്ട് തന്നെ ഈ ടയർ 1 ജസ്റ്റ് ക്ലിയർ ചെയ്യും, അപ്പുറത്തേക്ക് വീഴും. SSCയുടെ ഒരു രീതി വെച്ച് ടയർ 1 ജസ്റ്റ് ക്ലിയർ ചെയ്തുകൊണ്ട് കാര്യമില്ല. കാര്യം ടയർ 1-ൻ്റെയും ടയർ 2-ൻ്റെയും കൂടെ കമ്പൈൻഡ് സ്കോറാണ് അടുത്ത ലെവലിൽ വരുമ്പോൾ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ നല്ല മാർജിനിൽ ടയർ 1 ക്ലിയർ ചെയ്തിട്ടില്ല എങ്കിൽ ടയർ 2-ൽ നമ്മൾ മൂക്കും കുത്തി വീഴും. അത് തന്നെയാണ് എനിക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. ഈ 6 തവണ ടയർ 1 ക്ലിയർ ചെയ്ത് ടയർ 2 എഴുതിയെങ്കിലും അതിൽ 3 തവണയും ടയർ 2 ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. 3 തവണ ടയർ 2 എക്സാമും ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ടയർ 3 എഴുതാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ടയർ 3 എഴുതുമ്പോഴും ടയർ 1ഉം ടയർ 2ഉം ജസ്റ്റ് പരാപരം കട്ട് ഓഫിൽ ക്ലിയർ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ടയർ 3 കഴിഞ്ഞിട്ട് ഒരിക്കലും ടയർ 3 എക്സാം പാസ്സായി ഫൈനൽ ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ സ്കിൽ ടെസ്റ്റിലേക്ക് പോകാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കിട്ടിയത് 2013-ലാണ്. പക്ഷെ 2013-ലെ ആ ഒരു പരീക്ഷ SSCയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം പരീക്ഷയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ 1 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ലീക്ക് ആവുന്നു, റീ എക്സാം നടക്കുന്നു. ആ റീ എക്സാം നടന്നതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവുന്നു. അത് ലീക്കായ സെൻറ്ററിൽ മാത്രം ആദ്യം ലീക്കായപ്പോൾ ഫുൾ എക്സാം ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും റീ എക്സാം നടത്തി.
അത് കഴിഞ്ഞ് രണ്ടാമത് ലീക്കായ സെന്ററിൽ മാത്രം ഈ ഒരു റീ എക്സാം നടത്തിയതിന് ശേഷം ടയർ 2 പോകുന്നു. ടയർ 2 എക്സാമിന്റെ ക്വസ്റ്റ്യനും ചില സ്ഥലങ്ങളിലൊക്കെ ലീക്കായി. അങ്ങനെ ടയർ 2 എക്സാമിന്റെ ക്വസ്റ്റ്യൻ ലീക്കായി കഴിഞ്ഞപ്പോഴും SSC എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീക്കായ സ്ഥലങ്ങളിൽ മാത്രം റീ എക്സാം നടത്തി, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ റീ എക്സാം നടത്താതെ ആദ്യം എഴുതിയ ലീക്കായ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് എഴുതിയ ആളുകളെ അതേപോലെ തന്നെ നിലനിർത്തി ആ ലീക്കായെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സെന്ററുകളിൽ മാത്രമാണ് റീ എക്സാം നടത്തിയത്. പക്ഷെ ഇത് ചില ഉദ്യോഗാർത്ഥികൾ ചലഞ്ച് ചെയ്തു. അങ്ങനെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ടയർ 3 പരീക്ഷ നടന്നു കഴിഞ്ഞിട്ട് ഈ ലിസ്റ്റ് ക്യാൻസൽ ചെയ്തു. അപ്പോഴത്തേക്ക് ടയർ 2വിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചു, ഞാൻ ക്ലിയർ ചെയ്തു, ടയർ 3 എഴുതി. ടയർ 3യിൽ ഫൈനൽ ലിസ്റ്റ് വന്ന സമയത്തേക്ക് എന്ത് സംഭവിച്ചു? കംപ്ലീറ്റ് എക്സാം ക്യാൻസൽ ചെയ്തു. ഈ ക്യാൻസൽ ചെയ്തത് കുറെ ഉദ്യോഗാർത്ഥികൾ അതിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ഈ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ആ വിധിയെ അതിനോട് ഒത്തു തന്നെ നിന്നു. അതായത് ആ ക്യാൻസൽ ചെയ്തത് വാലിഡ് ആണ്. കാര്യം ടയർ 2ലും ടയർ 3ലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയെന്ന് പറയുന്നത്, ടയർ 2ൽ ലീക്ക് ആയെന്ന് പറയുന്നത് ആ സെന്ററിൽ മാത്രമല്ല വേറെ പല സെന്ററുകളിലും ലീക്ക് ആയിട്ടുണ്ടാവാം എന്നുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് വന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് എക്സാം ക്യാൻസൽ ചെയ്ത് വീണ്ടും ഒന്നേന്ന് എക്സാം നടത്തി. അപ്പൊ ഞാൻ ഈ 2013 എൻ്റെ സിവിൽ സർവീസ് പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് ഡൽഹിയിൽ പോയ സമയമാണ്. ഞാൻ പിന്നെ വന്ന് റീ എക്സാം എഴുതാൻ വേണ്ടി വന്നില്ല. കാര്യം നമ്മൾ ആദ്യം എക്സാം എഴുതിയ സെന്ററിൽ തന്നെ വന്നാണ് വീണ്ടും റീ എക്സാം എഴുതേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു വന്ന ആ പരീക്ഷ എഴുതിയില്ല. 2013 അതുകൊണ്ട് ഞാൻ ഈ SSCയുടെ പരീക്ഷകളോട് ബൈ ബൈ പറഞ്ഞു. പിന്നീട് ഞാൻ SSCയുടെ പരീക്ഷ എഴുതിയിട്ടേ ഇല്ല. ഇതാണ് എൻ്റെ SSC എക്സാമിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ 2009 മുതൽ 2013 വരെ SSCയുടെ ചെയർമാനായിരുന്ന NK രഘുപതി സാറിനെ കുറിച്ച് പറയാതെ പോകുന്നത് ശരിയാവില്ല. കാരണം SSCയെ ഇന്ന് കാണുന്ന ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത്, ഈ ഒരു മോഡേൺ യുഗത്തിലേക്ക് SSCയെ നയിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. ട്വിറ്റർ വഴിയും ഫേസ്ബുക്ക് വഴിയും ഉദ്യോഗാർത്ഥികളുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് സംവദിക്കുന്ന ഒരു ചെയർമാനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് മുമ്പും അദ്ദേഹത്തിന് ശേഷവും അതുപോലൊരു ചെയർമാൻ ഉണ്ടായിട്ടില്ല. നമ്മളൊക്കെ തന്നെ പരീക്ഷയെ സംബന്ധിച്ചോ റിസൾട്ടിനെ സംബന്ധിച്ചോ വേക്കൻസികളെ സംബന്ധിച്ചോ ഒക്കെ സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ അദ്ദേഹം കൃത്യമായ മറുപടി തരുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹം കൊണ്ടുവന്ന ഏറ്റവും വിപ്ലവകരമായ ഒരു മാറ്റമായിരുന്നു MDS എക്സാമിന്റെ റിസൾട്ട് 3 മാസം കൊണ്ട് പബ്ലിഷ് ചെയ്യുക. അതുപോലെ തന്നെ CHSL എക്സാമിന്റെ റിസൾട്ട് 6 മാസം കൊണ്ട് പബ്ലിഷ് ചെയ്യുക. CGL എക്സാമിന്റെ റിസൾട്ട് 9 മാസം കൊണ്ട് പബ്ലിഷ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ വേഗം റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയതോടെ SSC വളരെ പോപ്പുലറായി. ഒരുപാട് ആളുകൾ SSCയുടെ പരീക്ഷകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനും തുടങ്ങി. ഞാനൊക്കെ ആദ്യം പരീക്ഷയ്ക്ക് എഴുതുന്ന ആ ഒരു സമയത്ത് നമുക്ക് ആകെ 2 സെന്റേഴ്സ് ആണ് കേരളത്തിലുള്ളത്, തിരുവനന്തപുരവും കൊച്ചിയും. അത് ടയർ 1നാണ്. ടയർ 2ലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം മാത്രമായിരുന്നു സെന്റർ. തിരുവനന്തപുരത്ത് ആകെ ഒരു 150-നകത്ത് ആളുകളായിരുന്നു ഈ ടയർ 2 പരീക്ഷ എഴുതാൻ വേണ്ടിയുള്ളത്. അത് സ്ഥിരമായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലെയോ അല്ലെങ്കിൽ സംസ്കൃത് കോളേജിലെയോ ഒരു 2 ക്ലാസ് റൂമിൽ കൊള്ളാനുള്ള ആളുകൾ. സ്ഥിരമായിട്ട് ടയർ 2 പരീക്ഷ എഴുതുന്ന ആളുകൾക്കൊക്കെ കണ്ടാൽ ഒരു മുഖപരിചയമുള്ള അവസ്ഥയാണ്. കാര്യം അത്രയ്ക്ക് കുറച്ച് ആളുകളായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു 4 വർഷ പീരീഡ് കഴിഞ്ഞതോടുകൂടി SSC എഴുതുന്ന ആളുകളുടെ ആ ഒരു എണ്ണം വളരെയധികം കൂടി. ഒരുപാട് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിലും അധികം. കേരളത്തിൽ നിന്നൊക്കെ ആദ്യം 7000 പേരൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് തന്നെ 1 ലക്ഷത്തിനടുത്ത് ആപ്ലിക്കൻസ് ഉണ്ട്. അപ്പോൾ SSCയുടെ CGL പരീക്ഷയുടെ ആകെ ആപ്ലിക്കൻസ് ഓൾ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ 1 ലക്ഷത്തിൽ താഴെ ആയിരുന്നെങ്കിൽ ഇന്ന് 30 ലക്ഷത്തോളം ആളുകളാണ് CGL പരീക്ഷ എഴുതുന്നത്. CHSL ഒക്കെ വരുമ്പോൾ അതിനെക്കാട്ടി കൂടുതൽ ആളുകൾ എഴുതുന്നുണ്ട്. MDS എക്സാം എഴുതുന്ന ആളുകളുടെ എണ്ണം 50 ലക്ഷത്തിലും കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് SSCയെ കൊണ്ടുവന്നതിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് വളരെ സ്തുത്യർഹമാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ കാലാവധി കഴിയുന്ന 2013 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവുകയും പിന്നീട് അദ്ദേഹത്തെ പോലെ ഒരു ചെയർമാൻ വന്നില്ല. എന്നാൽ പോലും അദ്ദേഹം കൊണ്ടുവന്ന ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങളുടെ ഗുണഫലമാണ് നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ആദ്യ കാലഘട്ടത്തിലെ ആ ഒരു ചുവപ്പ് നാടയിൽ നിന്ന് ഇപ്പോഴത്തെ ആ ഒരു ലെവലിലേക്ക് ഈ പരീക്ഷയുടെ പ്രോസസ്സ് ഓൺലൈൻ എക്സാമിലേക്കൊക്കെ കൊണ്ടുവരുന്നതിന്റെ ഒരു പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ഇദ്ദേഹം.
ഒരുപാട് പേരുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷകൾക്ക് കേരളത്തിൽ നിന്ന് കാര്യമായ റിസൾട്ട് ഉണ്ടാവാത്തത്? വളരെ ന്യായമായ ഒരു ചോദ്യമാണ്. നമ്മൾ CGL എക്സാമിന്റെ ഒക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 1000 റാങ്കിനുള്ളിൽ വരുന്ന മലയാളികളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. എന്നാൽ ഇതിനെക്കാട്ടി ബുദ്ധിമുട്ടുള്ള സിവിൽ സർവീസ് പരീക്ഷയൊക്കെ എടുത്തു കഴിഞ്ഞാൽ 100-നകത്തും 50-നകത്തും ഈവൻ 10-നകത്ത് തന്നെ കേരളത്തിന്റെ പ്രാതിനിധ്യം ഉണ്ടാവാറുണ്ട്. നമുക്ക് 1-ാം റാങ്ക് വരെ കിട്ടിയ വർഷങ്ങളുണ്ട്, അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷയ്ക്ക് റിസൾട്ട് വരുന്നു. എന്നാൽ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ബുദ്ധിമുട്ടില്ലാത്ത SSCയുടെ ഈ CGL പോലുള്ള പരീക്ഷകൾക്ക് റിസൾട്ട് വളരെ മോശമാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഞാനൊക്കെ ആദ്യം പരീക്ഷ എഴുതിയ സമയത്ത് വളരെ കുറച്ച് പേരാണ് എഴുതുന്നതെന്ന് പറഞ്ഞു. 150-നടുത്ത ആളുകളൊക്കെയാണ് ടയർ 2 എഴുതുന്നത്. അന്ന് ടയർ 2 ഡിസ്ക്രിപ്റ്റീവ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ ഇന്റർവ്യൂ ആണ്. ടയർ 3 ഇല്ല, ഇന്റർവ്യൂ ആയിരുന്നുള്ളത്. എന്നാൽ പോലും അന്നത്തെ റിസൾട്ട് ഈ എഴുതുന്ന ആളുകളിൽ നിന്ന്, ടയർ 2 എഴുതുന്ന ആളുകളിൽ നിന്ന് റിസൾട്ട് ആവുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. അത്യാവശ്യം നല്ലൊരു പെർസെൻറ്റേജ് ആ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെയൊക്കെ പരീക്ഷ എഴുതിയ തന്നെ ഒരുപാട് ആളുകൾ ആ സമയങ്ങളിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പരീക്ഷയുടെ ഒരു പോപ്പുലാരിറ്റി കൂടിയതിനനുസരിച്ച് കൂടുതൽ കോമ്പറ്റീഷനും കൂടി. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി മാറിയില്ല എങ്കിൽ റിസൾട്ട് ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും. അപ്പോൾ നമ്മളുടെ ഈ ചോദ്യത്തിനുള്ള ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് തന്നെ ഞാൻ ഈ പറയുന്ന 1-2 ചോദ്യങ്ങൾ ചോദിച്ചു നോക്കുക. നിങ്ങൾ ഇതിൽ പറയുന്നതിൽ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളാണ്? 1, പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പ്രിപ്പറേഷൻ ആരംഭിച്ച ആൾ. 2, നോട്ടിഫിക്കേഷൻ വന്നു, അപ്ലൈ ചെയ്തു, പക്ഷെ പരീക്ഷയ്ക്ക് ഒരു 1-2 മാസം മുമ്പ് ക്രാഷ് ബാച്ച് പോലെയുള്ള കോച്ചിങ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന ആൾ. 3, പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അപ്ലൈ ചെയ്തു, എല്ലാവരും അപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളും അപ്ലൈ ചെയ്തു, ഒരു പ്രിപ്പറേഷനും കൂടാതെ പോയി പരീക്ഷ എഴുതിയ ആൾ. അടുത്തത്, നോട്ടിഫിക്കേഷനൊക്കെ മുമ്പേ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ ആളാണ്. ആദ്യത്തെ തവണ പരീക്ഷ എഴുതി, റിസൾട്ട് മോശമായി, നമ്മൾ പിന്നെ ആ പരീക്ഷ എഴുതുന്നില്ല, അല്ലെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല. പരീക്ഷ അടുത്ത തവണ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വീണ്ടും അപ്ലൈ ചെയ്യും, പരീക്ഷ പോയി എഴുതും. പക്ഷെ ആദ്യത്തെ ഒരു തവണ നമ്മൾ നേരത്തെ കൂട്ടി പ്രിപ്പയർ ചെയ്തു, നമ്മളുടെ ഭാഗ്യക്കേട് കൊണ്ട് നമ്മൾ ചിലപ്പോൾ ക്ലിയർ ചെയ്യുന്നുണ്ടാവില്ല. അവിടെ വെച്ച് പ്രിപ്പറേഷൻ ഒരു ബ്ലോക്ക് വരികയാണ്. പിന്നെ നമ്മൾ ആ പ്രിപ്പറേഷൻ അതേ ഫ്ലോയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്യുന്നു, പരീക്ഷ എഴുതുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ടാവും. പക്ഷെ പ്രിപ്പറേഷന്റെ തുടക്കത്തിലുണ്ടായിരുന്ന ഫ്ലോ ഇല്ലായിരിക്കും. അപ്പോൾ ഈ കാറ്റഗറിയിൽ ഏതെങ്കിലും പെട്ട ഒരാളാണ് നിങ്ങളെങ്കിൽ റിസൾട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. കാര്യം ഇത് അതേപോലെ കോമ്പറ്റീഷൻ ഉള്ള ഒരു പരീക്ഷയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കോമ്പറ്റീഷൻ ഉള്ള ഒരു പരീക്ഷ, നാഷണൽ ലെവലിൽ കോമ്പറ്റീഷൻ ഉള്ള ഒരു പരീക്ഷയിൽ 2, 3, 4 വർഷങ്ങളൊക്കെ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ നോർത്ത് ഇന്ത്യയിൽ കുട്ടികൾ പ്രിപ്പയർ ചെയ്ത് എഴുതുന്ന ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയെ നമ്മൾ കാഷ്വൽ ആയിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്യുന്ന ആളായിരിക്കാം, പക്ഷെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ്? നിങ്ങൾ ഏത് രീതിയിലാണ് മാത്സ് പ്രത്യേകിച്ച് ഡീൽ ചെയ്യുന്നത്? കാര്യം CGL എടുത്തു കഴിഞ്ഞാൽ ടയർ 2-ലെ മാത്സ് വളരെ ക്രൂഷ്യലാണ്. അതിലേക്ക് ഞാൻ വരാം. എങ്ങനെയാണ് അവിടെ നമ്മളുടെ സ്കോർ പോകുന്നതെന്നുള്ളതാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങളെ 1-2 വീഡിയോ ക്ലിപ്പുകളൂടെ കാണിക്കാം. നമ്മളുടെ ഈ പരീക്ഷയുടെ കോമ്പറ്റീഷന്റെ ഒരു ഇന്റൻസിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ക്ലിപ്പുകൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു തിരക്ക് കാണുമ്പോൾ ഒരു സിനിമാ തിയേറ്ററിന് മുമ്പിലുള്ള തിരക്കാണ് നമുക്ക് ഓർമ്മ വരുന്നത്, അല്ലേ? ഇത് ശരിക്കും ഒരു സിനിമാ തിയേറ്ററിന് മുമ്പിലുള്ള തിരക്ക് തന്നെയാണ്. പക്ഷെ ഇവര് സിനിമ കാണാൻ വേണ്ടിയല്ല, SSCയുടെ കോച്ചിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള തിരക്കാണ്. ഇത് ഡൽഹിയിലെ മുഖർജി നഗറിലുള്ള ബത്ര സിനിമ കോംപ്ലക്സിൽ മാത്സിലെ രാകേഷ് യാദവ് എന്ന് പറയുന്ന ഒരു ഫേമസ് ഫാക്കൽറ്റിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഉദ്യോഗാർത്ഥികളുടെ തിരക്കാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, നീണ്ട ക്യൂ ആണ്. ഇനി ഈ ക്ലാസ്സിനകത്തു നിന്നുള്ള ദൃശ്യം ഞാൻ കാണിച്ചു തരാം. ഇത് സിനിമാ തിയേറ്റർ ആണ്. അതിനകത്തെ ആ ഒരു സ്ക്രീന് ഈ സാർ എടുക്കുന്ന ക്ലാസ് പ്രൊജക്ടർ വഴി പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം 750 മുതൽ 1000 പേർക്ക് വരെ ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ക്ലാസ് റൂമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ആ സാറ് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമാ താരത്തിന് കിട്ടുന്ന സ്വീകരണമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ ഇത് യു പിയിൽ നിന്നും ബീഹാറിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഒക്കെയുള്ള വളരെ സാധാരണക്കാരായ കുട്ടികൾ അവർ വർഷങ്ങളോളം 2, 3, 4, 5 വർഷമൊക്കെ വന്ന് വിവിധ കോച്ചിങ് സെന്ററുകളിൽ കോച്ചിങ് ചെയ്യുകയും കോച്ചിങ് കഴിഞ്ഞ് സ്വയം പ്രിപ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണ്. നേരത്തെ ലിസ്റ്റിൽ വന്നിട്ട് റാങ്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇനിയും ഈ ഒരു ക്ലാസ്സിൽ ഇതേ സമയം നടക്കുന്ന ക്ലാസ് ഇതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതിൽ കൂടുതൽ കുട്ടികൾ വരുമ്പോൾ വേറെ ക്ലാസ്സിൽ സെയിം പ്രൊജക്ടർ വെച്ച് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. ഈ ക്ലാസ്സിൽ ശരിക്കും നിങ്ങളിപ്പോൾ ഈ കാണുന്ന ക്ലാസ്സിൽ ഫാക്കൽറ്റി ഇല്ല. അവിടെ എടുക്കുന്ന ക്ലാസ്സിനെ അടുത്തുള്ള റൂമുകളിലായിട്ട് പ്രൊജക്ടർ വഴി കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിരുന്ന ആദ്യം വന്ന് ഇടിച്ചു കയറുന്ന ആളുകൾക്ക് മാത്രമാണ് ആ ഒരു സാറിന്റെ മുമ്പിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് അടുത്ത റൂമുകളിലിരുന്ന് പ്രൊജക്ടറിൽ കാണിക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. അവിടെ ആ ക്ലാസ്സിലെ മൈക്ക് ഇവിടുത്തെ ഈ റൂമിലെ മൈക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഈ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളെ കാണിച്ചു തന്നത് ആ ഒരു കോമ്പറ്റീഷന്റെ ഇന്റൻസിറ്റി നിങ്ങളെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ്. വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഓൾറെഡി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് വീണ്ടും റാങ്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ഒരു വലിയ ഗ്രൂപ്പിനോട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഇല്ലാതെ വളരെ ചുരുങ്ങിയ കാലത്തെ പ്രിപ്പറേഷനുമായിട്ട് പോയി മത്സരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാമല്ലോ നമ്മളുടെ റിസൾട്ട് വളരെ മോശമാവുന്നതിൽ യാതൊരു അത്ഭുതവും ഇല്ല. അപ്പം നമ്മൾ പ്രോപ്പറായിട്ടുള്ള സ്ട്രാറ്റജിയോടെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഈ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അവർക്ക് നേടാമെങ്കിൽ നമുക്ക് നേടാവുന്നതേ ഉള്ളൂ ഈ പരീക്ഷ. അതിന് ഡൽഹിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈവൻ കോച്ചിങ് തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പാസ്സാവാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ഈ CGL എക്സാം എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയുന്നത് ഈ പരീക്ഷ പാസ്സാവാൻ നമ്മളുടെ പ്രിപ്പറേഷനിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ അപ്രോച്ചിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളെ കുറിച്ചാണ്. ആദ്യം നമുക്ക് ടയർ 1 എക്സാം നോക്കാം. ടയർ 1 എക്സാം നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ 4 സെക്ഷൻസ് ആണുള്ളത്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, QA, ഇംഗ്ലീഷ്. അപ്പൊ ഇവിടെ 25 ചോദ്യം വീതം ഓരോ സെക്ഷനിൽ നിന്നുണ്ട്. അങ്ങനെ ആകെ 100 ചോദ്യങ്ങൾ 200 മാർക്കിലാണ് പരീക്ഷ, അല്ലെ? 100 ചോദ്യങ്ങൾ 200 മാർക്കിൽ. സ്ഥിരമായിട്ട് കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ പരീക്ഷ പാസ്സാവാൻ കട്ട് ഓഫ് എത്രയായിരിക്കും? അപ്പൊ കട്ട് ഓഫ് പറയുകയാണെങ്കിൽ ഏകദേശം 140-അടുത്തുള്ള ഒരു സ്കോർ ആയിരിക്കും കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. കഴിഞ്ഞ 1-2 വർഷങ്ങളിലെ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ ഇത് വേരി ചെയ്യും. ഓരോ തവണത്തെയും കോമ്പറ്റീഷന്റെ ലെവൽ അനുസരിച്ച് ഈ കട്ട് ഓഫിൽ മാറ്റങ്ങൾ വരാം. പക്ഷേ നമ്മൾ ഈ ഒരു കട്ട് ഓഫ് ആയിരിക്കരുത് ഒരിക്കലും ടാർഗറ്റ് ചെയ്യുന്നത്. കട്ട് ഓഫ് 140 ജസ്റ്റ് ക്ലിയർ ചെയ്ത് നമ്മൾ അടുത്ത ലെവലിലോട്ട് പോയാലും അടുത്ത ലെവലിൽ വരുമ്പോൾ ടയർ 1 പ്ലസ് ടയർ 2 കൂട്ടിച്ചേർന്നുള്ള ഒരു കട്ട് ഓഫ് ആയിരിക്കും വരുന്നത് ടയർ 2 കഴിയുമ്പോഴേക്ക്. അപ്പൊ ഇവിടെ ജസ്റ്റ് പാസ്സായി പോയി കഴിഞ്ഞാൽ അവിടെ ടയർ 2-ലെ ആ ഒരു സ്കോറൂടെ കൂടിച്ചേരുമ്പോൾ നമുക്ക് ഫൈനൽ ടയർ 2 ക്ലിയർ ചെയ്യാനുള്ള ആ ഒരു കട്ട് ഓഫ് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ടാർഗറ്റ് എപ്പോഴും ഒരു 170+ ആയിരിക്കണം. ടയർ 1-ൽ 170+. നമുക്കിവിടെ ശരിക്കും 100 ചോദ്യം ചെയ്യാൻ കിട്ടുന്നത് 1 മണിക്കൂർ 60 മിനിറ്റ് അല്ലെങ്കിൽ 3600 സെക്കൻഡ്, അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് കിട്ടുന്നത് 36 സെക്കൻഡ്. അപ്പോൾ വളരെ സ്പീഡിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. നമുക്ക് ഈ ജനറൽ അവയർനെസ്സും അതുപോലെ തന്നെ ഇംഗ്ലീഷും ഈ 2 പാർട്ടിലെ 25, 50 ചോദ്യം പരമാവധി 10 മിനിറ്റിനുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കണം. അത് നമുക്ക് പറ്റുന്ന കാര്യം തന്നെയാണ്, പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സെക്ഷനും ഏത് രീതിയിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ തൽക്കാലം ഈ ഒരു കാര്യം ഓർക്കുക, ഈ പറയുന്ന 2 സെക്ഷൻ ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും കൂടെ ചേർത്ത് 10 മിനിറ്റ്, ബാക്കിയുള്ള 50 മിനിറ്റ് മാത്സിനും റീസണിങ്ങിനും വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. നമ്മളുടെ ടാർഗറ്റ് സ്കോർ എന്ന് പറയുന്നത് 170+ ആണ്. എന്തുകൊണ്ടാണ് ഇത് ടാർഗറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ മുന്നോട്ടുള്ള അടുത്ത പാർട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കഴിഞ്ഞ് നമ്മളിനി ടയർ 2-ലേക്ക് വരുമ്പോൾ, ടയർ 2-ൽ QAയും ഇംഗ്ലീഷുമാണ് കമ്പൽസറി പേപ്പർ. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ എന്നുള്ള ആ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യുന്ന ആളുകൾ മാത്രം എഴുതേണ്ടതാണ്. അതുപോലെ തന്നെ ഫിനാൻസ് ആൻഡ് എക്കണോമി എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ, അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, ആ 2 ഗസറ്റഡ് പോസ്റ്റുകളിൽ അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് മാത്രം എഴുതേണ്ടതാണ്. ഈ 2 പേപ്പറാണ് എല്ലാവരും എഴുതേണ്ടത്, QAയും ഇംഗ്ലീഷും.
ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം 200 മാർക്കിന്റെ മാത്സും 200 മാർക്കിന്റെ ഇംഗ്ലീഷുമാണ്. ഇവിടെയും നമ്മൾ 200-ൽ 2 പേപ്പറിനും 170 എബോവ് സ്കോർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ സേഫായിട്ട് ടയർ 3യിലേക്ക് എത്തുകയും ടയർ 3 കഴിയുമ്പോൾ ഫൈനൽ ലിസ്റ്റിലേക്ക് എത്താൻ പ്രാപ്തരാവുകയും ചെയ്യത്തുള്ളൂ. ശരിക്കും നമ്മളുടെ നാട്ടിൽ നിന്നുള്ള പല ഉദ്യോഗാർത്ഥികളും വീഴുന്നത് ഈ ടയർ 2-ലാണ്. കാര്യം എത്ര നന്നായിട്ട് പഠിക്കുന്ന ആളുകൾക്കും മാത്സ് വരുമ്പോഴേക്ക് ഈ പറഞ്ഞ 200-ൽ ഒരു 140, 150 റേഞ്ചിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അതേസമയം ക്ലിയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു സ്കോർ എന്ന് പറയുന്നത് 190 റേഞ്ചിലേക്കൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരുപാട് പുറകിൽ പോയി കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് വെച്ച് കോമ്പൻസേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മാത്സിൽ സ്കോർ ചെയ്യുന്നത് പോലെ ഇംഗ്ലീഷിൽ സ്കോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ 200 ചോദ്യമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്, ഒരു ചോദ്യത്തിന് 1 മാർക്ക്. അപ്പൊ നമുക്ക് അറിയാമെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ എല്ലാം ചെയ്തു വരാൻ സമയം കിട്ടിയെന്ന് വരില്ല. മാത്സിൽ 100 ചോദ്യമേ ഉള്ളൂ. ഈ 100 ചോദ്യങ്ങളിൽ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കുറേ അധികം ചോദ്യങ്ങൾ ഉണ്ടാവും. നമ്മളുടെ ആ ഒരു നോർമൽ ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് മാറി നമുക്ക് സ്പീഡിൽ ചെയ്യാനുള്ള ചില ടെക്നിക്സ് ഒക്കെ ഉണ്ട്. ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ മാത്സിൽ നമുക്ക് സ്കോർ കണ്ടെത്താൻ അത്ര ബുദ്ധിമുട്ട് വരില്ല. പക്ഷെ നമ്മൾ ട്രഡീഷണൽ മെത്തേഡിലോ നോർമലി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഷോർട്ട് കട്ടോ ഒക്കെ അപ്ലൈ ചെയ്താണ് പോകുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 140, 150 എന്നുള്ള ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. ഇത് തീരെ മോശം സ്കോർ അല്ല. നിങ്ങൾ ഓർക്കണം, 140 മാർക്ക് കിട്ടണമെങ്കിൽ 70 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം. അതായത് 100 ക്വസ്റ്റ്യൻ ഉള്ളതിൽ 70 ക്വസ്റ്റ്യൻ ശരിയായിട്ട് ചെയ്യുന്ന ഒരാൾ, നമുക്കറിയാം സമയം ഇവിടെ 2 മണിക്കൂർ 120 മിനിറ്റാ. അപ്പൊ 120 മിനിറ്റിൽ 70 ചോദ്യം നിങ്ങൾ ചെയ്യുന്നെങ്കിൽ 2 മിനിറ്റിൽ താഴെ എടുത്താണ് നിങ്ങൾ ഒരു ചോദ്യം ചെയ്യുന്നത് അല്ലെ. 70 ചോദ്യത്തിന് 2 മിനിറ്റ് എടുത്താൽ 140 മിനിറ്റ് വേണം. നമ്മൾ 120 മിനിറ്റിൽ 70 ചോദ്യം ചെയ്താലാണ് 140 മാർക്ക് കിട്ടുന്നത്. ഒരു ചോദ്യത്തിന് 2 മാർക്ക്. അപ്പോൾ 70 ചോദ്യം ചെയ്താൽ പോലും നമുക്ക് വേണ്ടതിന്റെ അടുത്ത് എത്തുന്നില്ല. നമ്മളുടെ ടാർഗറ്റ് എത്രയാണ്? ഈ 190 റേഞ്ചിലാണ് ടോപ്പേഴ്സിന്റെ സ്കോർ. കുറഞ്ഞത് നമുക്ക് 170 റേഞ്ചിലെങ്കിലും എത്തിക്കാൻ പറ്റണം. അപ്പൊ ഇതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു തരാം. അടുത്തതായിട്ട് മാത്സിന്റെ 1-2 സാമ്പിൾ ക്വസ്റ്റ്യൻ കാണിച്ച് അവിടെ നോർമലി ഉള്ള അപ്രോച്ചും നമ്മൾ സ്മാർട്ടായിട്ടുള്ള അപ്രോച്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്തെന്ന് പറഞ്ഞു തരാം. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഈ 2 പേപ്പറിനും 170+ ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് എത്തത്തുള്ളൂ. അതിന് മുകളിലോട്ട് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് നമ്മളുടെ റാങ്ക്, നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല റാങ്കിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റും നമ്മൾ ഉദ്ദേശിക്കുന്ന പോസ്റ്റും ഒക്കെ നമുക്ക് കിട്ടും. അല്ല എങ്കിൽ നമുക്ക് വീണ്ടും ഇംപ്രൂവ് ചെയ്യേണ്ടി വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ് കിട്ടണമെങ്കിലോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോസ്റ്റ് കിട്ടണമെങ്കിലോ. നിങ്ങൾ ചിലപ്പോൾ ഒരു ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആവാനായിരിക്കും ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഗസറ്റഡ് പോസ്റ്റ് അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസറോ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറോ ആവാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഉദ്ദേശിക്കുന്ന പോസ്റ്റിലോട്ട് വരണമെങ്കിൽ നല്ല സ്കോറും നല്ല റാങ്കും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ടയർ 3 എക്സാം നോക്കാം. ടയർ 3 എക്സാം ഇംഗ്ലീഷ് ഡിസ്ക്രിപ്റ്റീവ് ആണ്. 100 മാർക്കിനാണ്. 60 മിനിറ്റ് ആണ് സമയം. ഇവിടെ എസ്സേ റൈറ്റിംഗ്, പ്രിസി റൈറ്റിംഗ്, ലെറ്റർ റൈറ്റിംഗ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ റൈറ്റിംഗ്, ഇതിലേതെങ്കിലും 2 കാര്യങ്ങളായിരിക്കും വരുന്നത്. 100 മാർക്കിനാണ്. ഇത് ശരിക്കും നോർത്ത് ഇന്ത്യ എന്നുള്ള കുട്ടികൾക്കുള്ള ഒരു അഡ്വാൻറ്റേജ്, ഹിന്ദിയിൽ ഈ ഒരു പേപ്പർ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും, ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു 100 മാർക്കിൽ മിനിമം ഒരു 60 to 70 റേഞ്ചിൽ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പൊ നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞത് ഓരോ പേപ്പറിനും 170+ ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്. 170 എടുത്തു കഴിഞ്ഞാൽ ടയർ 1 170, ടയർ 2-ലെ 2 പേപ്പറുകൾക്ക് 170. അപ്പൊ 170 × 3 എന്ന് പറയുമ്പോൾ 510 ആയി. ആ 510ന്റെ കൂടെ ഈ ഒരു 60 മാർക്കും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഫൈനലി നമ്മൾ 570-ലെത്തും. ഓക്കെ, ഒരു 550 റേഞ്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ബിയിലുള്ള പോസ്റ്റ് ഉറപ്പിക്കാം. ഞാൻ ആ ഗസറ്റഡ് പോസ്റ്റിന്റെ കാര്യമല്ല പറഞ്ഞ, അതിനുവേണ്ടി അഡീഷണൽ ഒരു പേപ്പർ കൂടെ ഉണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ വരുന്നില്ല. നമ്മൾ ഈ പറയുന്നത് നോൺ ഗസറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ബി പോസ്റ്റുകളുടെ കേസാണ്. അതിൽ ഓരോ പോസ്റ്റിനും ഓരോ കട്ട് ഓഫ് ആയിരിക്കും. ഇപ്പോൾ ഇൻകം ടാക്സിന് വരുന്ന കട്ട് ഓഫ് ആയിരിക്കില്ല സെൻട്രൽ എക്സൈസിന്, അതിന് വരുന്ന കട്ട് ഓഫ് ആയിരിക്കില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഓരോ പോസ്റ്റിനും വേറെ വേറെ കട്ട് ഓഫ് ആയിരിക്കും. എന്നാലും അറൗണ്ട് ഒരു 540+, 550ക്ക് അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക്
ലിസ്റ്റിൽ വരാൻ വേണ്ടി സാധിക്കും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റും നമ്മൾ ഉദ്ദേശിക്കുന്ന പോസ്റ്റും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മളുടെ റാങ്ക് നല്ലതാണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഒരു കട്ട് ഓഫ് കടക്കുക എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, ടയർ 1ന്റെ കട്ട് ഓഫ് മാത്രം നോക്കി 140 വാങ്ങി നമ്മൾ വന്നു കഴിഞ്ഞാൽ ടയർ 2 കഴിയുമ്പോഴോ അല്ലെങ്കിൽ ടയർ 3 എത്തുമ്പോഴോ നമ്മൾ ഈ ഒരു റേഞ്ചിലോട്ട് എത്തിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാ സ്റ്റേജിലും നമ്മളുടെ കട്ട് ഓഫ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് മിനിമം എത്രയായിരിക്കണം? 170 ആയിരിക്കണം നമ്മളുടെ മിനിമം കട്ട് ഓഫ് ആയിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഒരിക്കൽ കൂടി ടയർ 2 എക്സാമിലേക്ക് വരാം. ഞാൻ പറഞ്ഞിരുന്നല്ലോ ടയർ 2ലെ മാത്സിന്റെ സ്കോർ വളരെ ക്രൂഷ്യൽ ആണെന്ന്. അതിന്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷ ഉദ്യോഗാർത്ഥികളും ടയർ 2 കഴിഞ്ഞ് ടയർ 3യിലേക്ക് പോവാത്തതിന്റെ കാരണം മാത്സിലെ സ്കോർ കുറയുന്നത് കൊണ്ടാണ്. എന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മാത്സ് എന്ന് പറയുന്നത്. എങ്കിൽ പോലും SSCയിലെ എന്റെ ഏറ്റവും ബെസ്റ്റ് സ്കോർ മാത്സിന് കിട്ടിയിട്ടുള്ളത് 162 ആണ് ഔട്ട് ഓഫ് 200. ഇത് നല്ലൊരു സ്കോർ അല്ല. കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മളുടെ മിനിമം ടാർഗറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 170 പ്ലസ് ആണ് നമ്മളുടെ മിനിമം ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നമുക്ക് ചില സ്മാർട്ട് സ്ട്രാറ്റജീസ് ആവശ്യമാണ്. ടോപ്പേഴ്സിന്റെ സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 190 പ്ലസ് ആണ്. 200 ഔട്ട് ഓഫ് 200 കിട്ടുന്ന ആളുകളും ഉണ്ട്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം തോന്നും, എന്തെങ്കിലും മാൽ പ്രാക്ടീസ് കാണിച്ചാണോ അത്രയും കിട്ടുന്നത്? കാര്യം 200-ൽ 200 കിട്ടണമെങ്കിൽ 100 ചോദ്യം ശരിയാക്കണം. 120 മിനിറ്റിൽ 100 ചോദ്യം എങ്ങനെ ശരിയാക്കാൻ പറ്റും? അത്രയും ലെങ്തി ആയിട്ടുള്ള കുറെ പ്രോബ്ലംസ് ഒക്കെ എന്തായാലും ഉണ്ടാവും ഈ 100 ചോദ്യത്തിൽ. ഇനിയും 190 കിട്ടണമെങ്കിൽ 95 ചോദ്യം ശരിയാക്കണം. അത് പോസിബിൾ ആണോ? പോസിബിൾ ആണെന്നുള്ളതാണ് ഉത്തരം. നമ്മൾ നമ്മളുടെ സ്ട്രാറ്റജിയിൽ ചില സ്മാർട്ടായിട്ടുള്ള ഒരു ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ PSCയുടെ ഒക്കെ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകിൽ ഫോർമുല ബേസ്ഡ് ആയിട്ടുള്ള ഷോർട്ട് കട്ട്സ് അപ്ലൈ ചെയ്യും. അതല്ല എങ്കിൽ നമുക്ക് ചില ഷോർട്ട് കട്ട് ടെക്നിക്സ് ഒക്കെ ഷോർട്ട് ട്രിക്സ് ഒക്കെ ഉണ്ടാവും. നമ്മൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ആൻസറിലേക്ക് എത്തും. പക്ഷെ SSC പോലുള്ള പരീക്ഷകളിലേക്ക് വരുമ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് ചോയ്സ് എലിമിനേഷൻ ആണ്. നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരം അറിയില്ലായിരിക്കും, പക്ഷെ ഒറ്റ നോട്ടത്തിൽ തന്നെ തെറ്റായിട്ടുള്ള ഉത്തരം നമ്മൾ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്ത് മാറ്റിക്കളയും. മിച്ചം വരുന്നതായിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം. ഞാനൊരു 2 ചോദ്യം കാണിച്ചു തരാം. അവിടെ നോർമലി നിങ്ങൾ ചെയ്യുന്ന അപ്രോച്ച് എന്താണെന്ന് നിങ്ങൾ തന്നെ നോക്കുക. എങ്ങനെയാണ് സ്മാർട്ടായിട്ടുള്ള ഒരു അപ്രോച്ച് ആ ക്വസ്റ്റ്യനിൽ വേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഓക്കെ, ഈ ഒരു ചോദ്യം നോക്കുക. എ ഫാദേഴ്സ് ഏജ് ഈസ് thrice the sum of the ages of his 2 children. After 5 years, his age will be twice the sum of their ages. How old is the father now? അപ്പോൾ ഇതിന് പല ആളുകളും പല ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളിവിടെ ഒരു ഷോർട്ട് കട്ടും യൂസ് ചെയ്യുന്നില്ല. ഈ ചോദ്യം കണ്ട ഉടനെ ആൻസർ B 45 വയസ്സെന്ന് നമ്മളങ്ങ് മാർക്ക് ചെയ്യും. അല്ലെങ്കിൽ ഓൺലൈൻ എക്സാമിൽ നമ്മൾ അത് ബബിളിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത ചോദ്യത്തിലോട്ട് പോകും. ചോദ്യം വായിക്കുന്നതും ആൻസറിൽ എത്തുന്നതും ഒരേ സമയം കഴിയണം. എങ്ങനെയാണ് ഇത് പോസിബിൾ ആവുന്നത്? നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഫാദേഴ്സ് ഏജ് ഈസ് thrice the sum of the ages of 2 children എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ 2 മക്കളുടെ ഏജിന്റെ സമ്മിന്റെ 3 ഇരട്ടിയാണ് അച്ഛന്റെ വയസ്സ്. അവിടെ നിന്ന് നമ്മൾ ആൻസറിലെത്തും. ഇനി ചോയ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആൻസറിലെത്താൻ പറ്റും. മക്കളുടെ വയസ്സിന്റെ തുകയുടെ 3 ഇരട്ടിയാണ് അച്ഛന്റെ വയസ്സെന്ന് പറഞ്ഞാൽ അച്ഛന്റെ വയസ്സ് എന്തായാലും 3ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ? 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആയല്ലേ പറ്റൂ. അപ്പൊ അച്ഛന്റെ വയസ്സ് എന്തായാലും 3ന്റെ മൾട്ടിപ്പിൾ ആയേ പറ്റത്തുള്ളൂ. ഈ ചോയ്സുകളിൽ നോക്കിക്കഴിഞ്ഞാൽ 55 3ന്റെ മൾട്ടിപ്പിൾ അല്ല, 50 3ന്റെ മൾട്ടിപ്പിൾ അല്ല, 40 3ന്റെ മൾട്ടിപ്പിൾ അല്ല. 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നിൽക്കുന്ന 45 മാത്രമേ ഉള്ളൂ. അപ്പോഴേ നമ്മൾ ബാക്കി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ 3 പേര് വരത്തില്ലേ മിച്ചമുള്ള ആ 4ാമത്തെ ആളാണ് നമ്മളുടെ ആൻസർ എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ നമ്മളുടെ ആൻസർ എന്താണ്? 45 എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യം. Let x be the smallest number which when added to 2000 makes the resulting number divisible by 12, 16, 18 and 21. The sum of the digits of x is. അപ്പൊ ഈ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാലും നേരെ 7 എന്നുള്ള ആൻസറിലോട്ട് നമുക്ക് ചടയെന്ന് എത്താൻ പറ്റണം. ഞാനിത് എനിക്ക് അറിയാവുന്നത് കൊണ്ട് എത്തിയതല്ല. ഞാൻ ആൻസർ നേരത്തെ പഠിച്ചു വെച്ചിട്ട് ടിക്ക് ചെയ്യുന്നതല്ല. ശരിക്കും പരീക്ഷയ്ക്ക് എഴുതുവാണെങ്കിലും ഇത് തന്നെയായിരിക്കും എന്റെ സ്ട്രാറ്റജി. അപ്പൊ എങ്ങനെയാണ് എത്തിയതെന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് വളരെ സിമ്പിളായിട്ട് എത്താൻ പറ്റുന്നതേ ഉള്ളൂ എന്ന്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
12 കൊണ്ടും 16 കൊണ്ടും 18 കൊണ്ടും 21 കൊണ്ടും ഒരു സംഖ്യയെ ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന ഈ 4 സംഖ്യകളുടെ LCM ആയിരിക്കണം ആ സംഖ്യ, അല്ലേ? അപ്പോൾ 12, 16, 18, 21 അതിന്റെ LCM എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1008 ആണ്. 1008. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2000-ന് മുകളിൽ വരുന്ന സ്മോളസ്റ്റ് നമ്പർ എന്നാ. അപ്പോൾ LCMനെ ഈ പറയുന്ന 4 സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. LCMന്റെ ഏത് മൾട്ടിപ്പിൾ എടുത്താലും ഈ 4 സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 1008 എന്ന് പറയുന്നത് എന്തായാലും പറ്റില്ല, കാര്യം 2000-ന് മുകളിലുള്ള സംഖ്യയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? LCMന്റെ അടുത്ത മൾട്ടിപ്പിൾ എടുക്കുന്നു. 1008ന്റെ അടുത്ത മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 1008 ഗുണം 2 2016 വരും, അല്ലെ? 2016. അപ്പൊ നമുക്ക് പറയാം 2000-ന് മുകളിൽ നമുക്ക് വേണ്ട സംഖ്യ എന്ന് പറയുന്നത് 2016 ആണ്. ഇനി നമ്മളോട് പക്ഷെ ചോദിച്ചിരിക്കുന്ന എന്താണ്? 2000-ഓടെ ഏതോ ഒരു സംഖ്യ കൂട്ടുമ്പോൾ ഈ സംഖ്യയിൽ എത്തണം. ആ കൂട്ടിയ സംഖ്യയിലെ ഡിജിറ്റ്സിന്റെ സമ്മാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2000-ഓടെ എന്ത് കൂട്ടിയാലാണ് 16 കൂട്ടിയാലല്ലേ 2016-ൽ എത്താൻ പറ്റുന്നത്, അല്ലെ? അപ്പൊ നമ്മളുടെ എക്സിന്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 16 ആണെന്ന് നമുക്കറിയാം. ഇതുമല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിലെ ഡിജിറ്റ്സിന്റെ സം. അപ്പൊ 16-ലെ ഡിജിറ്റ്സിന്റെ സം എന്ന് പറയുന്നത് 1 + 6. 1 + 6 എന്ന് പറയുമ്പോൾ എത്രയാ വരുന്നത്? 7 വരും, അല്ലെ? അപ്പൊ ഇങ്ങനെ നമ്മൾ ആൻസറിൽ എത്തണമെങ്കിൽ നമ്മൾ ആദ്യം ഈ തന്നിരിക്കുന്ന ആളുകളുടെ LCM എടുക്കണം. LCM എടുക്കുന്ന എന്തിനാണ്? 12, 16, 18, 21 കൊണ്ട് ശിഷ്ടമില്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഒന്നുകിൽ LCM ആയിരിക്കണം, അല്ലെങ്കിൽ LCMന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് LCM ഒക്കെ കണ്ടുപിടിച്ചു, 1008 എന്ന് കിട്ടി. ഇനി നമുക്ക് 2000-ന് മുകളിലുള്ള സംഖ്യ ആയതുകൊണ്ട് 1008ന്റെ അടുത്ത മൾട്ടിപ്പിൾ എടുത്തു. അപ്പൊ 2016 ആണ് വേണ്ട സംഖ്യ എന്ന് മനസ്സിലായി. ഇനി ചോദ്യം അനുസരിച്ച് 2000-ന്റെ കൂടെ ഒരു സംഖ്യ കൂട്ടുമ്പോഴാണ് 2016-ൽ എത്തേണ്ടത്. അതുകൊണ്ട് ആ കൂട്ടേണ്ട സംഖ്യ എക്സിന്റെ സ്ഥാനത്ത് 16 ആണ് വരേണ്ടതെന്ന് മനസ്സിലായി. ഇനി കൃത്യമായിട്ട് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഈ സംഖ്യയിലെ അക്കങ്ങളുടെ തുകയാണ്. അപ്പൊ 16-ലെ ആ ഡിജിറ്റ്സിന്റെ സം എടുത്തപ്പോൾ നമുക്ക് 1 + 6 7 കിട്ടി. ഇത്രയും ചെയ്തു വരണമെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 2 മിനിറ്റെങ്കിലും സമയം എടുക്കും. ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് തന്നെ ചെയ്യുമ്പോൾ അറിയാം, 2 മിനിറ്റ് കൂടിയാലേ ഉള്ളൂ. പക്ഷേ നമ്മൾ എന്താ ചെയ്ത? ചോദ്യം വായിച്ചോട്ടനെ ഞാൻ ആദ്യത്തെ ആൻസറിലോട്ട് പോയി, 7-ലോട്ട് പോയി. എങ്ങനെയാണ് എനിക്ക് എത്താൻ പറ്റിയത്? ഞാൻ നോക്കിയത് എന്താ, ഈ തന്നിരിക്കുന്നതില് 18 എന്ന് പറയുന്നത് 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്, അല്ലെ? അപ്പൊ 18 കൊണ്ട് ഒരു സംഖ്യയെ ഹരിക്കാൻ പറ്റണമെങ്കിൽ 18 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏത് സംഖ്യയും 9 കൊണ്ടും ഹരിക്കാൻ പറ്റും, 100% ഉറപ്പാണ്. 18 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏത് സംഖ്യ 9 കൊണ്ട് ഹരിക്കാൻ പറ്റും? 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ടല്ലോ. എന്താണ്? നിങ്ങൾ ഡിവിസിബിലിറ്റി പ്രോപ്പർട്ടി ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികളാണല്ലോ. 9 കൊണ്ട് ഒരു സംഖ്യയെ ഹരിക്കാൻ പറ്റണമെങ്കിൽ ആ സംഖ്യയിലെ അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതമായിരിക്കണം, അല്ലെ? ആ സംഖ്യയിലെ ഡിജിറ്റ്സിന്റെ സം എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആയാലേ പറ്റൂ. അപ്പോ 18ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു സംഖ്യ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ സംഖ്യയിലെ ഡിജിറ്റ്സിന്റെ സം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും 9ന്റെ മൾട്ടിപ്പിൾ വന്നാലേ പറ്റത്തുള്ളൂ. ഇനി നമ്മളുടെ ചോദ്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ 2000-ന്റെ കൂടെ നമ്മൾ എക്സ് കൂട്ടി കിട്ടുന്നത് 18 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയാണ്, അതുകൊണ്ട് തന്നെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ്. അപ്പൊ 2000-ന്റെ കൂടെ എക്സും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ വരുന്ന ആ സംഖ്യയിലെ ഡിജിറ്റ്സിന്റെ സം 9ന്റെ മൾട്ടിപ്പിൾ വന്നാലല്ലേ പറ്റത്തുള്ളൂ. നമ്മൾ നോക്കുക, 2000-ന്റെ കൂടെ എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യ കൂട്ടുന്നു. ഇപ്പൊ 2000-ലെ ഡിജിറ്റിന്റെ സം എടുത്തു കഴിഞ്ഞാൽ 2 + 0 + 0 2 ആണ്. അപ്പൊ ഇനി 9ന്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ ഇതിന്റെ കൂടെ 7 കൂടെ വന്നാലേ പറ്റൂ. 7 എന്ന് പറയുന്ന സംഖ്യ അല്ല, നമ്മൾ കൂട്ടുന്ന സംഖ്യയിലെ ഡിജിറ്റ്സിന്റെ സം ആണ് 7 കിട്ടേണ്ടത്, അല്ലെ? അപ്പൊ നമ്മൾ 2000-ന്റെ കൂടെ 16 ആണ് കൂട്ടുന്നതെങ്കിൽ 2016 വരും. ആ 16-ലെ 6 + 1 എന്ന് പറയുമ്പോൾ 7, അത് ഈ 2ന്റെ കൂടെ കൂട്ടുമ്പോൾ 9 ആയി, 9ന്റെ മൾട്ടിപ്പിൾ ആയി. അപ്പൊ നമുക്ക് മനസ്സിലായി തന്നിട്ടുള്ള ചോയ്സിന്റെ അകത്ത് 2ന്റെ കൂടെ ഇനി 7 കൂടെ കൂട്ടിയാൽ മാത്രമേ 9ന്റെ മൾട്ടിപ്പിൾ ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെടുത്തു? നമുക്ക് കൂട്ടേണ്ട സംഖ്യയിലെ ഡിജിറ്റ്സിന്റെ സം 7 ആയിരിക്കുമെന്ന് ഒറ്റ നോട്ടത്തിൽ ആൻസറിലെത്തി. അപ്പൊ ഇത്രയും പ്രോസസ്സ് നമ്മുടെ മനസ്സിൽ കൂടെ ആ ചോദ്യം വായിക്കുമ്പോൾ തന്നെ നടന്നിരിക്കണം. അപ്പൊ ഈ ചോദ്യം ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ചോദ്യം വായിക്കേണ്ട സമയം മാത്രമേ എടുക്കത്തുള്ളൂ.
ഈ രീതിയിലുള്ള സ്ട്രാറ്റജി, ഈ രീതിയിലുള്ള അപ്രോച്ചാണ് നമുക്ക് SSC പോലുള്ള ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള പരീക്ഷകൾ വരുമ്പോൾ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ ആകെയുള്ള 100 ചോദ്യത്തിൽ ഒരു 50 ചോദ്യമെങ്കിലും നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള 50 ചോദ്യം നമുക്ക് സമയമെടുത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഞാനീ പറഞ്ഞ ടാർഗറ്റ് ചെയ്ത സ്കോറിലോട്ട് എത്താൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 2018 CGL ടോപ്പറിന്റെ സ്കോറും കൂടെ നമുക്കൊന്ന് നോക്കാം. 2019 ഫൈനൽ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. 2018 ഒന്നാം റാങ്ക് കിട്ടിയത് പ്രശാന്ത് അഗർവാളിനാണ്. പ്രശാന്ത് അഗർവാളിന്റെ സ്കോർ നോക്കിക്കഴിഞ്ഞാൽ ടയർ 1 സ്കോർ 165. ഇത് റോ സ്കോറാണ്. നോർമലൈസേഷൻ കഴിഞ്ഞപ്പോൾ ആ സ്കോർ 208 ആയി. നോർമലൈസേഷൻ എന്ന് പറയുന്നത് ഈ ഓൺലൈൻ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് വന്ന ഒരു പ്രോസസ്സാണ്. കാരണം ഒരു ഷിഫ്റ്റിലായിട്ട് പരീക്ഷ നടക്കില്ല. കാര്യം ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് തന്നെ ഈ കമ്പ്യൂട്ടർ ലാബ് സൗകര്യം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കൂടെ ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല. നേരത്തെ ഉള്ള OMR പരീക്ഷ ആകുമ്പോൾ എക്സാം സെന്റർ എന്ന് പറയുന്നത് എവിടെ വേണേ വെക്കാം, ഏത് സ്കൂളിലും കോളേജിലും അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഇത്രയും കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് എക്സാം സെന്റർ അലോട്ട് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ പല ഷിഫ്റ്റുകളിലായിട്ടാണ് ടയർ 1 എക്സാമും ടയർ 2 എക്സാമും ഒക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈസി ആയിട്ടുള്ള പേപ്പർ വരുന്ന ഷിഫ്റ്റ് ഉണ്ടാവും. ചില ഷിഫ്റ്റിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പേപ്പർ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പേപ്പർ കിട്ടിയ ആളുകൾക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈസി ആയിട്ടുള്ള ആ ഒരു പേപ്പറുമായിട്ട് കമ്പയർ ചെയ്ത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിയ ഷിഫ്റ്റിലുള്ള കുട്ടികളുടെ മാർക്ക് അതിനനുസരിച്ച് കൂട്ടും, ആനുപാതികമായിട്ട് കൂട്ടും. അപ്പൊ ഇവിടെ ഈ പ്രശാന്ത് അഗർവാൾ അറ്റൻഡ് ചെയ്ത ടയർ 1 എക്സാമിന്റെ പേപ്പർ ആ ഒരു ഷിഫ്റ്റ് പൊതുവെ ഡിഫിക്കൽട്ട് ആയിരുന്നിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഇത്രയും വേരിയേഷൻ വന്നത് നോർമലൈസ്ഡ് സ്കോറിൽ. കാര്യം നോർമലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ, ടയർ 1 ടോട്ടൽ സ്കോർ 200 ആണ്. പക്ഷെ നോർമലൈസ് ചെയ്തപ്പോൾ ആ 200-നെക്കാട്ടില് മുമ്പോട്ട് പോയി. കാര്യം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഈസി ആയിട്ടുള്ള ഷിഫ്റ്റിൽ ഒരാൾ 200-ൽ 200 നേടിയെന്ന് വിചാരിക്കുക. ബുദ്ധിമുട്ടുള്ള ഒരു ഷിഫ്റ്റിൽ വന്ന് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഷിഫ്റ്റിൽ വന്ന് ഒരാൾ 190 വാങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് 200 കൊടുത്താൽ പോലും അയാളോടൊരു നീതി പുലർത്തി എന്ന് പറയാൻ പറ്റില്ല. കാര്യം ഈസി ആയിട്ടുള്ള ഷിഫ്റ്റിൽ നിന്ന് 200 കിട്ടിയ ആളിനെ അപേക്ഷിച്ച് ഇയാൾ 190 ആ ബുദ്ധിമുട്ടുള്ളിടത്ത് നേടിയെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ 200-നെക്കാട്ടി മുമ്പിൽ ഇയാൾ പോയാലേ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന അതാണ്. ഈ 165 എന്നുള്ളത് നോർമലൈസേഷൻ കഴിഞ്ഞപ്പോൾ ഈസി ആയിട്ടുള്ള പേപ്പറുമായിട്ടുള്ള കമ്പാരിസൺ നടന്നു കഴിഞ്ഞപ്പോഴേക്ക് 208-ലെത്തി. ശരിക്കും ടയർ 1 ടോട്ടൽ സ്കോർ വരുന്ന 200-നേക്കാൾ മുകളിലോട്ട് സ്കോർ പോയി. ഇനി ടയർ 2 മാത്സിന് കിട്ടിയത് 183 മാർക്കാണ്. നോർമലൈസേഷൻ കഴിഞ്ഞപ്പോൾ അത് 207 ആയി. അവിടെയും ടോട്ടൽ സ്കോറിന്റെ മുകളിലോട്ട് പോയി. ഇംഗ്ലീഷിന് കിട്ടിയത് 191.5 ആണ്. അത് നോർമലൈസേഷൻ കഴിഞ്ഞപ്പോൾ 203-ലെത്തി. അപ്പോൾ ടയർ 3 വരുമ്പോൾ ഈ നോർമലൈസേഷന്റെ ആവശ്യം വരുന്നില്ല. കാര്യം ടയർ 3 എഴുതുന്നത് വളരെ കുറച്ച് ആളുകളായതുകൊണ്ട് തന്നെ ഒറ്റ ഷിഫ്റ്റിൽ ആ പരീക്ഷ കഴിയും. അപ്പോൾ അവിടെ ഈസി ഡിഫിക്കൽട്ട് എന്നുള്ള ഒരു കമ്പാരിസന്റെ ആവശ്യം വരുന്നില്ല. ടയർ 3 68 മാർക്കാണ് 100-ൽ കിട്ടിയത്. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 700-ൽ 687 ആണ് ഒന്നാം റാങ്കുകാരന് കിട്ടിയത്. ഇനി ഇവിടെ ഈ പറഞ്ഞ 687 എന്നുള്ള വാല്യൂ കണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ റോ സ്കോർ ടാർഗറ്റ് ചെയ്താൽ മതി. ഇവിടെ നിന്ന് ഈ നോർമലൈസ്ഡ് സ്കോറിലോട്ടുള്ള യാത്ര ഓട്ടോമാറ്റിക്കലി സംഭവിച്ചോളും. അതിനുവേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ആ ഒരു റേഞ്ചിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അതുമായിട്ട് അടുത്തല്ലേ ഇവിടെയും വന്നിരിക്കുന്നത്. നമ്മളുടെ ടാർഗറ്റ് എല്ലാ പേപ്പറിനും 170+ ആണ്. ഇവിടെ ആദ്യത്തെ പേപ്പറിൽ കിട്ടിയത് 165, രണ്ടാമത്തേതിന് 183 ടയർ 2 മാത്സിന്. അതുപോലെ ഇംഗ്ലീഷിന് വന്നപ്പോൾ 191.5. അപ്പൊ നമ്മൾ ആ ഒരു 170+ റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ ഈ നോർമലൈസേഷനിലോട്ട് ഉള്ള പ്രോസസ്സ് തന്നെത്താനെ നടന്നോളൂ. അതിനെക്കുറിച്ച് നമ്മൾ ബോധേഡാവേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്കോർ ഈ 170 മുന്നോട്ട് പോകുന്ന പ്രോസസ്സ് തന്നെ നടന്നോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു 170 റേഞ്ച് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റാങ്ക് നമുക്ക് ഫൈനലി എന്തായാലും കിട്ടും. ഇനി ഈ ഒരു സ്കോർ കാണിച്ചു തന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ഇനി നമ്മളുടെ മനസ്സിൽ ഇതായിരിക്കണം നമ്മൾ കട്ട് ഓഫ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തായാലും ടാർഗറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ടാർഗറ്റ് ചെയ്യുക. പ്രശാന്ത് അഗർവാളിന് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറ്റിക്കൂടാ എന്ന് ചിന്തിക്കുക.
അയാൾക്ക് 1ാം റാങ്ക് കിട്ടുമെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും 1ാം റാങ്ക് വാങ്ങാനുള്ള കഴിവുണ്ടെന്ന് വിചാരിക്കുക. അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. ടാലന്റ് അക്കാഡമിയുടെ ഒരു വലിയ സ്വപ്നമാണ് CGLന്റെ 1ാം റാങ്ക് നമുക്ക് കേരളത്തിൽ കൊണ്ടുവരാൻ സാധിക്കണം. അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മളുടെ സൈഡിൽ നിന്നുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കുക എന്നുള്ളതാണ്. കാര്യം സിവിൽ സർവീസിനും ഒരു കാലഘട്ടത്തിൽ ഇതേപോലെ ആയിരുന്നു. കേരളത്തിൽ നിന്ന് റിസൾട്ട് മോശമായിരുന്ന കാലഘട്ടത്തിൽ ഇതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾ വളരെ കുറവായിരുന്നു കേരളത്തിൽ നിന്ന്. ഇന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, സിവിൽ സർവീസിനെ കുറിച്ച് വളരെ വലിയ അവയർനെസ് എല്ലാവർക്കും ഉണ്ട്. അതിന്റെ കാരണം എന്താ? കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ നല്ല റാങ്ക് നേടാൻ തുടങ്ങിയതോടെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഊർജം പിന്നീട് വരുന്ന ആളുകൾക്കും കിട്ടിത്തുടങ്ങി. അതുപോലെ തന്നെ നമുക്കും ഈ ഒരു 1ാം റാങ്ക് കേരളത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ കേരളത്തിൽ നിന്ന് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു തുടങ്ങും. അങ്ങനെ നമുക്ക് നല്ല ഒരു ഭാവിയിലേക്കുള്ള ഒരു യാത്ര, അങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു വഴി തെളിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മളുടെ സൈഡിൽ നിന്നുണ്ടാവും. 2021 ഞാൻ എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത്, എൻ്റെ ക്ലാസ്സുകൾ ഇനി മുതൽ ഒരു പൈസ പോലും മുടക്കാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അറിയിക്കാം. യൂട്യൂബിൽ നമ്മൾ SSCക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ വീഡിയോസ് ഇനിയുള്ള ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ഇടുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. നമുക്ക് നല്ല റാങ്കുകൾ ഈ SSCക്ക് കിട്ടുമെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ക്ലാസ്സുമായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് കാണാം. ടിൽ ദെൻ, ബൈ ബൈ ആൻഡ് താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.